12ാം വയസ്സിൽ കാഴ്ച നഷ്ടമായ ഗീത ഇന്ന് ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത്. അന്ധതയുടെ പേരിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോലും വിളിക്കാൻ തയ്യാറാവാതെ വന്നപ്പോൾ സംരംഭകയുടെ വേഷമണിഞ്ഞവൾ. അങ്ങനെ നിരാശയിൽ നിന്നാണ് മഞ്ഞൾ കൃഷിയും ഗീതാസ് ഹോം ടു ഹോം എന്ന പേരിൽ മഞ്ഞൾ ഉൽപ്പന്നങ്ങളും ഉണ്ടാകുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കാഴ്ച കുറഞ്ഞു തുടങ്ങിയത്. പിന്നീട് 10th ഒക്കെ എത്തിയപ്പോഴേക്കും അത് ഫുള്ളായിട്ട് പോയി. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ഞാൻ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത്. സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് എനിക്കാണ് കാണാത്തുള്ളത്. നാളെ ഈ ലോകം എൻ്റെ ഈ പ്രൊഡക്റ്റിലൂടെ എന്നെ കാണണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറയുന്നത്. കാഴ്ച പരിമിതികളെയെല്ലാം പിന്നിലാക്കി ഇന്ന് ആമസോണിലും ഇന്ത്യയിലെ പ്രമുഖ മാളുകളിലും ഷോപ്പുകളിലുമെല്ലാം ഗീതയുടെ പ്രൊഡക്ട്സിന് ആവശ്യക്കാർ ഏറെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സമൂഹത്തിൽ പരിമിതിയുള്ള ആളുകളാണ്. അത് ഒരാളും പരിമിതി ഇല്ലാത്ത ആളുകളില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാഴ്ച പരിമിതി എന്നുള്ളതൊരു പരിമിതിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ 24 മണിക്കൂറും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതിനോട് ആത്മാർത്ഥമായിട്ടും അത് എത്തിക്സോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ തന്നെ സമൂഹം ഒപ്പുണ്ടാവും എന്നുള്ളതാണ്. തൃശൂരിലെ സ്വന്തം പറമ്പിൽ ചെറിയ രീതിയിൽ മഞ്ഞൾ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. ഇന്ന് തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ 50 ഏക്കർ സ്ഥലത്ത് നേരിട്ടും കരാറെടുത്തും കൃഷി ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ഒരു ജോലി കൊടുക്കാൻ പോലും ആരും തയ്യാറാവാതിരുന്ന ഗീതയുടെ കീഴിൽ ഇന്ന് 350 പേർ തൊഴിലെടുക്കുന്നു. അതിൽ 150ഓളം പേർ വനിതകളാണെന്ന് ഈ 40കാരി അഭിമാനപൂർവ്വം പറയുന്നു. നമുക്ക് എന്തൊരു സംരംഭം ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കതൊരു പാഷനായിട്ട് തുടങ്ങിയാലും അതിന് ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് നമ്മളത് സ്കെയിലപ്പ് ചെയ്യേണ്ട സമയത്ത് സ്കെയിലപ്പ് ചെയ്യുകയും അല്ലാതെ നമ്മളെല്ലാം നമ്മൾ തന്നെ ചെയ്തുകൊണ്ടൊരു സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് സമൂഹത്തിലുള്ള ഹോള്, ആ ഹോൾ മനസ്സിലാക്കിയതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻസായിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് സക്സസ് തന്നെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിവാഹ ജീവിതം പോലും സ്വപ്നം കാണാതിരുന്ന കോളേജ് കാലത്ത് കൂടെ ചേർത്ത് പിടിച്ച ഭർത്താവ് സലീഷിന്റെ പിന്തുണയും പ്രോത്സാഹനവുമാണ് അവരുടെ ശക്തി. ഇരുട്ട് വെളിച്ചമാക്കിയ സംരംഭക അഥവാ വണ്ടർ വിമൺ.